അസ്സലാമു അലൈക്കും. സമസ്തയുടെ 100-ാം വാർഷികം എന്നായിരിക്കുമെന്ന് അർഹർ പ്രഖ്യാപിച്ചു. അർഹർ പ്രഖ്യാപിച്ചു എന്ന് ഞാൻ പറയില്ല കേട്ടോ. അതിനാരാണ് അർഹർ എന്ന് അപ്പുറത്തുള്ള സമസ്തയുടെ ആളുകൾ പറയുന്നത് കേൾക്കാം. നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കി. അല്ലെങ്കിൽ ഇപ്പോ സമസ്തന്റെ 100-ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളെ. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യം, അത്രമാത്രം കഴിവുണ്ട്. ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ് ബഹുമാനപ്പെട്ട കാന്തപുരം APA മുസ്ലിയാർ. കേട്ടല്ലോ, അവരാണ് അർഹർ. കാന്തപുരം APA അബൂബക്കർ മുസ്ലിയാരാണ് 100-ാം വാർഷികം പ്രഖ്യാപിക്കാൻ അർഹൻ. ഇതിന് കാരണം പറയുന്നത് അന്ന് ഉണ്ടായിരുന്നതിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ളതും അതിന് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും ആയ അത്രയും കഴിവും ഉള്ള ആള് അദ്ദേഹമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം AP ഉസ്താദിന്റെ അടുത്ത ആളാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, കഠിന ശത്രുവാണ്. ശുംഭന്മാർ, എംഭോഗികൾ, നിങ്ങളെ പറ്റി എന്താ പറയുന്നത്? പള്ളി കാന്തപുരം ഉണ്ടാക്കിയതല്ല. ഉള്ളാളെ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് പള്ളിയുണ്ട്. കാന്തപുരത്തിന്റെ ഉമ്മാന്റെ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഇവിടെ പള്ളിയുണ്ട്. ഉസ്താദിനെ ഇത്രയും ചീത്ത വിളിച്ച ആള് വേറെല്ല. അദ്ദേഹമാണ് പറയുന്നത് അർഹൻ AP ഉസ്താദാണെന്ന്. അദ്ദേഹം അത് തിരുത്തിയതോടുകൂടെ പഴയ നിലപാടുകളിൽ മാറ്റം വരും. അതുകൊണ്ട് പഴയതെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അതാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് സമസ്ത 100 പ്രകാശ വർഷങ്ങൾ സമസ്ത സെന്റിനറി കോൺഫറൻസ് 2027 ജനുവരി മാസം 28, 29, 30, 31 ഈ 4 ദിവസങ്ങളിലായി മലപ്പുറത്ത് വാദി ഹറമയിൽ വെച്ച് അത് നടക്കും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ബഹുമാനപ്പെട്ട തങ്ങളവർകളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്, മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് 2 സമസ്ത ഇല്ലാതെ ഒരു സമസ്തയായി വരാൻ ഐക്യത്തിനു വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. അതിനിവിടുത്തെ ആലിമീങ്ങളും സയ്യിദന്മാരും മഹാന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വരണം. അത് നിങ്ങളെല്ലാം തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക. അല്ലാഹു തആല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിത്തരാൻ. നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട്, കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല.